തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല സർക്കാരിനുള്ള പിന്തുണയെന്ന NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. സുകുമാരൻ നായരുടെ പ്രസ്താവന മീഡിയ വണ്ണിനോട് കോൺഗ്രസിൽ നിന്ന് ആരും കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. സുകുമാരൻ നായരുടെ നിലപാട് മാറ്റത്തിൽ NSSനകത്ത് പ്രതിഷേധം പുകയുകയാണ്. വിവാദങ്ങൾക്കിടെ NSS പ്രതിനിധി സഭ നാളെ ചേരും. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനും LDFനും പുകഴ്ത്തൽ, കോൺഗ്രസിനും BJPക്കും രൂക്ഷ വിമർശനം. NSSന്റെ ഈ നിലപാട് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിലപാടിൽ സുകുമാരൻ നായരുടെ വിശദീകരണം. തെരഞ്ഞെടുപ്പിനെ കണ്ടോണ്ടല്ല ഞാൻ നിലപാടെടുത്തിരിക്കുന്നത്. കാര്യങ്ങൾ വിശ്വസിച്ചല്ലേ ഒക്കുള്ളൂ. ഞങ്ങളൊരു സോഷ്യൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ ഗവൺമെന്റിനോട് എന്നും സഹകരിച്ചു വേണം പോകാൻ. തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, ശരിയുണ്ടെങ്കിലും പറയും. തനിക്കെതിരായ ബാനർ, പോസ്റ്റർ പ്രതിഷേധങ്ങളെ തള്ളിയ സുകുമാരൻ നായർ കോൺഗ്രസിൽ നിന്നും ആരും ബന്ധപ്പെട്ടില്ലെന്നും വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നേതാക്കന്മാരാരെങ്കിലും ചർച്ചകൾക്കോ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്കോ ഒക്കെ സമയം ചോദിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് സുകുമാരൻ നായരെ വിമർശിച്ച് ബാനർ പ്രത്യക്ഷപ്പെട്ടു. പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി സുകുമാരൻ നായർ മാറിയെന്നാണ് വിമർശനം. നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ എന്നായിരുന്നു തിരുവനന്തപുരം നരുവാമൂട് NSS ഓഫീസിന് മുന്നിൽ ഉയർന്ന ഫ്ലക്സിലെ വാചകം. സെക്രട്ടറിയുടേത് വീണ്ടും വിചാരമില്ലാത്ത ഇടപെടലെന്ന് കൊച്ചി കണയന്നൂർ NSS കരയോഗം പ്രതികരിച്ചു. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി വനിതകളെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. അന്നത്തെ ആചാര ലംഘനത്തിനെതിരായി നിന്നതാണ് NSS. ശ്രീ ജി സുകുമാരൻ നായർ അതിന് അനുകൂലമായ ഒരു നിലപാടാണ് ഇന്നെടുത്തത്. അതിൽ ഞങ്ങളുടെ ഈ കരയോഗത്തിനും കരയോഗ കുടുംബാംഗങ്ങൾക്കും ശക്തമായ പ്രതിഷേധമുണ്ട്. NSS നിലപാടിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരി പുഴവാതിൽ ഒരു കുടുംബത്തിലെ 4 പേർ NSS അംഗത്വം രാജിവെച്ചു. പുഴവാത് സ്വദേശി ഗോപകുമാർ സുന്ദരൻ, ഭാര്യ അമ്പിളി, മക്കളായ ആകാശ്, ഗൗരി എന്നിവരാണ് രാജിവെച്ചത്. രാജി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കമെന്ന് NSS നേതൃത്വം പ്രതികരിച്ചു. മീഡിയ 1 കോട്ടയം.